ഇന്നത്തെ മുരളിയിൽ വജ്രസമാനമാക്കി മാറ്റുന്ന ശ്രേഷ്ഠ പുരുഷാർത്ഥമെന്താണെന്ന് ബാബ കേൾപ്പിക്കുന്നു. ആത്മാവിനെ ശുദ്ധമാക്കുവാൻ പറയുന്നു. ജ്ഞാനസാഗരമായ ബാബയുടെ മധുര മഹാവാക്യങ്ങൾ കേൾക്കാം. ഓം ശാന്തി. 14/8/26 പ്രഭാത മുരളി ബാബ്ദാദ മധുബൻ. മധുരമായ കുട്ടികളെ, ദിവസവും സ്വയം തന്നോട് ചോദിക്കൂ, ആത്മാവായ ഞാൻ എത്ര ശുദ്ധമായി കഴിഞ്ഞു? എത്രത്തോളം ശുദ്ധമാകുമോ അത്രത്തോളം സന്തോഷം നിലനിൽക്കും, സേവനം ചെയ്യുന്നതിൻ്റെ ഉന്മേഷം വരും. ചോദ്യം: വജ്രസമാനം ശ്രേഷ്ഠമാകാനുള്ള പുരുഷാർത്ഥം എന്താണ്? ഉത്തരം: ദേഹി അഭിമാനിയാകൂ. ശരീരത്തിൽ അല്പം പോലും മോഹം ഉണ്ടാകരുത്. ആകുലതയിൽ നിന്നും മുക്തമായി ഒരു ബാബയുടെ ഓർമ്മയിലിരിക്കൂ. ഈ ശ്രേഷ്ഠ പുരുഷാർത്ഥം വജ്രതുല്യമാക്കി മാറ്റും. അഥവാ ദേഹാഭിമാനമുണ്ടെങ്കിൽ മനസ്സിലാക്കണം, അവസ്ഥ അപക്വമാണ്, ബാബയിൽ നിന്നും ദൂരെയാണ്. നിങ്ങൾക്ക് ഈ ശരീരത്തെയും സംരക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഈ ശരീരത്തിൽ ഇരിക്കവെയാണ് കർമാതീത അവസ്ഥ നേടേണ്ടത്. ഗീതം: മുഖം നോക്കൂ പ്രാണി. ഓം ശാന്തി. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, യോഗബലത്തിലൂടെ ആരുടെ പാപമാണോ ഇല്ലാതാകുന്നത് അവർക്ക് സന്തോഷത്തിൻ്റെ രസം കയറുന്നു. തൻ്റെ അവസ്ഥ കുട്ടികൾക്ക് സ്വയമേ അറിയാൻ സാധിക്കും. അവസ്ഥ നല്ലതായിരിക്കുമ്പോൾ സർവീസിൻ്റെ താല്പര്യവും വളരെ നല്ലതായി ഉണ്ടായിരിക്കും. എത്രത്തോളം ശുദ്ധമായി കൊണ്ടിരിക്കുമോ അത്രത്തോളം മറ്റുള്ളവരെയും ശുദ്ധമാക്കുന്നതിൻ്റെ അഥവാ യോഗിയാക്കുന്നതിൻ്റെ ഉന്മേഷം വരും. കാരണം നിങ്ങൾ രാജയോഗിയും രാജഋഷിയുമാണ്. ഹഠയോഗ ഋഷി തത്വത്തെ ഭഗവാനായി മാനിക്കുന്നു. രാജയോഗ ഋഷി ഭഗവാനെ പിതാവായി മാനിക്കുന്നു. തത്വത്തെ ഓർമ്മിക്കുന്നതിലൂടെ അവരുടെ പാപമൊന്നും ഇല്ലാതാകുന്നില്ല. തത്വവുമായി യോഗം ചേർക്കുന്നതിലൂടെ ബലമൊന്നും ലഭിക്കുന്നില്ല. ഒരു ധർമ്മത്തിലുള്ളവരും യോഗത്തെ അറിയുന്നില്ല. അതിനാൽ ആർക്കും തന്നെ സത്യമായ യോഗിയായി തിരികെ പോകാൻ സാധിക്കില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് തൻ്റെ അവസ്ഥ സ്വയവും അറിയാൻ സാധിക്കും. ആത്മാവ് എത്രത്തോളം ബാബയെ ഓർമ്മിക്കുമോ അത്രയും സന്തോഷമുണ്ടാകും. തൻ്റെ പരിശോധന നടത്തണം. കുട്ടികൾക്കും അന്യോന്യമുള്ള അവസ്ഥയെയും തൻ്റെ അവസ്ഥയെയും അറിയാൻ സാധിക്കുന്നു. നോക്കണം, നമ്മളിൽ ഏതെങ്കിലും ശരീരബോധം ഇല്ലല്ലോ. ദേഹാഭിമാനം ഉണ്ടെങ്കിൽ മനസ്സിലാക്കൂ, നമ്മൾ വളരെ അപക്വമാണ്, ബാബയിൽ നിന്നും വളരെ ദൂരെയാണ്. ബാബ ആജ്ഞാപിക്കുന്നു, കുട്ടികളെ, നിങ്ങൾക്ക് ഇപ്പോൾ വജ്രസമാനം ആകേണ്ടതുണ്ട്. ബാബ ദേഹി അഭിമാനി ആക്കുന്നു. ബാബയ്ക്ക് ദേഹാഭിമാനം ഉണ്ടായിരിക്കുന്നില്ല. ദേഹാഭിമാനം ഉള്ളത് കുട്ടികൾക്കാണ്. ബാബയുടെ ഓർമ്മയിലൂടെ നിങ്ങൾ ദേഹി അഭിമാനി ആകും. തൻ്റെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കൂ. നമ്മൾ എത്ര സമയം ഓർമ്മിക്കുന്നു? എത്രയും ഓർമ്മിക്കുമോ അത്രയും സന്തോഷത്തിൻ്റെ രസം കയറും. സ്വയം തന്നെ യോഗ്യമാക്കുകയും ചെയ്യും. ചില കുട്ടികൾ കർമാതീത അവസ്ഥയിൽ എത്തിച്ചേർന്നു എന്നൊന്നും മനസ്സിലാക്കരുത്. അങ്ങനെയല്ല, റേസ് നടന്നുകൊണ്ടിരിക്കുന്നു. റേസ് എപ്പോഴാണോ പൂർത്തിയാകുന്നത് അപ്പോൾ ഫൈനൽ റിസൾട്ട് ഉണ്ടാകും. പിന്നെ വിനാശവും തുടങ്ങും. കർമാതീത അവസ്ഥ വരുന്നതുവരെയും റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കും. നമുക്ക് ആരുടെയും തിന്മ ചെയ്യാൻ സാധിക്കില്ല. അന്തിമത്തിൽ തന്നെയാണ് എല്ലാവർക്കും അറിയാൻ കഴിയുന്നത്. ഇപ്പോഴാണെങ്കിൽ അല്പസമയം ബാക്കിയുണ്ട്. ഈ ദാതയും പറയുന്നു, മധുരമായ കുട്ടികളെ, ഇപ്പോൾ കുറച്ച് സമയമാണുള്ളത്. ഈ സമയം ഒരാൾക്ക് പോലും കർമാതീത അവസ്ഥ നേടാൻ കഴിയില്ല. രോഗവും മറ്റും ഉണ്ടാകുന്നതിനെ കർമ്മഭോഗ് എന്ന് പറയുന്നു. അനുഭവിക്കുന്നത് മറ്റാർക്കും അറിയാൻ കഴിയുന്നില്ല. അത് ഉള്ളിലെ വേദനയാണ്. ഇപ്പോൾ ഏകരസ അവസ്ഥ ആർക്കും ഉണ്ടായിട്ടില്ല. എത്ര പ്രയത്നിക്കുന്നുവോ അത്രയും വികൽപ്പവും കൊടുങ്കാറ്റും വളരെയധികം വരും.
അപ്പോൾ കുട്ടികൾക്ക് എത്ര സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. വിശ്വത്തിൻ്റെ അധികാരിയാവുക കുറഞ്ഞ കാര്യമാണോ? മനുഷ്യർ ധനികരാണെങ്കിൽ, വലിയ വലിയ ബംഗ്ലാവ് ഉണ്ടെങ്കിൽ സന്തോഷമുണ്ടായിരിക്കും. കാരണം വളരെയധികം സുഖമുണ്ട്. ഇപ്പോഴും നിങ്ങൾ ബാബയിൽ നിന്നും അളവറ്റ സുഖം എടുക്കുന്നു. ബാബയിൽ നിന്നും നമ്മൾ രാജപദം നേടും എന്നത് അറിയുന്നുണ്ട്. ധനത്തിൽ എത്ര സന്തോഷമുണ്ടായിരിക്കുന്നു, അത്രയും സന്തോഷം ശാന്തിയിൽ ഉണ്ടായിരിക്കുന്നില്ല. സന്യാസിമാർ വീടും കുടുംബവും ഉപേക്ഷിച്ചു പോയി കാട്ടിൽ കഴിയുമായിരുന്നു. ഒരിക്കലും പൈസ കയ്യിൽ വയ്ക്കുമായിരുന്നില്ല. കേവലം റൊട്ടി സ്വീകരിക്കുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ എത്ര ധനികരായി പോയി. എല്ലാവർക്കും പൈസയുടെ ചിന്ത വളരെയധികം ഉണ്ട്. വാസ്തവത്തിൽ രാജാവിന് പ്രജയുടെ ചിന്തയുണ്ടായിരിക്കുന്നു. അതിനാൽ യുദ്ധത്തിൻ്റെ സാധനങ്ങൾ സൂക്ഷിക്കുന്നു. സത്യയുഗത്തിലാണെങ്കിൽ യുദ്ധത്തിൻ്റെ കാര്യമൊന്നുമില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് സന്തോഷമുണ്ട്. നമ്മൾ നമ്മുടെ രാജധാനിയിലേക്ക് പോകുന്നു. അവിടെ ഭയത്തിൻ്റെ ഒരു കാര്യവുമില്ല. ടാക്സ് തുടങ്ങിയവയുടെ കാര്യമില്ല. ഈ ശരീരത്തിൻ്റെ ആകുലത ഇവിടെയുണ്ട്. ചിന്തയിൽ നിന്നും നിശ്ചിന്തമാക്കുന്ന സ്വാമി സദ്ഗുരു എന്ന് പാടപ്പെടുന്നു. നിങ്ങൾക്കറിയാം, ചിന്തയിൽ നിന്നും നിശ്ചിന്തമാകുന്നതിനായി ഇപ്പോൾ നമ്മൾ ഇത്രയും പുരുഷാർത്ഥം ചെയ്യുന്നു. പിന്നെ 21 ജന്മത്തേക്ക് ഒരു ചിന്തയും ഉണ്ടായിരിക്കില്ല. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾ വളരെയധികം ഇളകാത്തവർ ആയിരിക്കും. രാമായണത്തിൻ്റെ കഥയും നിങ്ങളെക്കുറിച്ചാണ്. നിങ്ങൾ തന്നെയാണ് മഹാവീരൻ ആകുന്നത്. ആത്മാവ് പറയുന്നു, നമ്മളെ രാവണന് കുലുക്കാൻ സാധിക്കില്ല. ആ അവസ്ഥ പിന്നീട് വരും. ഇപ്പോഴാണെങ്കിൽ ആരും കുലുങ്ങിപ്പോകും. ചിന്തയുണ്ടായിരിക്കും. എപ്പോഴാണോ വിശ്വത്തിൽ യുദ്ധം നടക്കുന്നത് അപ്പോൾ മനസ്സിലാക്കും, ഇപ്പോൾ സമയം വന്നു കഴിഞ്ഞു. എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യുമോ അത്രയും നേട്ടമുണ്ടാകും. പുരുഷാർത്ഥം ചെയ്യാനുള്ള സമയം ഇപ്പോൾ തന്നെയാണ്. പിന്നീടാണെങ്കിൽ വിനാശത്തിൻ്റെ കോലാഹലങ്ങൾ ഉണ്ടാകും. ഇപ്പോഴാണെങ്കിൽ ശരീരത്തിലും മോഹം ഉണ്ടായിരിക്കുന്നല്ലോ. ബാബ സ്വയം പറയുന്നു, ശരീരത്തെ സംരക്ഷിച്ചു വയ്ക്കൂ. അന്തിമ ശരീരമാണ്. ഇതിൽ തന്നെയാണ് പുരുഷാർത്ഥം ചെയ്ത് കർമാതീതാവസ്ഥ നേടേണ്ടത്. ദീർഘായുസ്സോടെ ഇരിക്കും. ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കും. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ ദീർഘായുസ്സോടെ ഇരിക്കൂ. ഏതുവരെ ജീവിച്ചിരിക്കുമോ അത്രയും ബാബയെ ഓർമ്മിച്ച് ഉയർന്ന സമ്പത്ത് നേടും. ഇപ്പോൾ നിങ്ങളുടെ സമ്പാദ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ശരീരത്തെ നിരോഗിയും ആരോഗ്യപൂർണവുമാക്കി വയ്ക്കൂ. അലംഭാവം കാണിക്കരുത്. ആഹാരപാനീയങ്ങൾ ശ്രദ്ധിച്ചാൽ ഒന്നും സംഭവിക്കില്ല. ഏകരസമായ പെരുമാറ്റ രീതിയിലൂടെ ശരീരവും ആരോഗ്യപൂർണമായിരിക്കും. ഇത് അമൂല്യമായ ശരീരമാണ്. ഇതിൽ പുരുഷാർത്ഥം ചെയ്ത് ദേവി ദേവതയാകുന്നു. അപ്പോൾ ബലിഹാരി, അതായത് മഹത്വം ഈ സമയത്തിൻ്റെതാണ്. സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. എത്രത്തോളം ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കുന്നു അത്രയും നാരായണി ലഹരി കയറിയിരിക്കും. ബാബയുടെ ഓർമ്മയിലൂടെ തന്നെയാണ് നിങ്ങൾ ഉയർന്നതിലും ഉയർന്ന പദവി നേടുന്നത്. നമ്മൾ എത്ര സന്തോഷത്തിൽ, എത്ര ലഹരിയിൽ ഇരിക്കുന്നുണ്ട് എന്ന് നോക്കണം. ദരിദ്രർക്കാണെങ്കിൽ കൂടുതൽ സന്തോഷമുണ്ടായിരിക്കണം. ധനികർക്കാണെങ്കിൽ ധനത്തിൻ്റെ ആകുലത ഉണ്ടായിരിക്കുന്നു. നിങ്ങളിൽ കുമാരിമാർക്കാണെങ്കിൽ ഒരു ചിന്തയുമില്ല. ആരുടെയെങ്കിലും ബന്ധുമിത്രാദികൾ ദരിദ്രമാണ് എങ്കിൽ ശ്രദ്ധ വയ്ക്കേണ്ടി വരും. ഉണർത്തിക്കൊണ്ടും ഇരിക്കണം. ഉണരുന്നില്ല എങ്കിൽ പിന്നെ എവിടം വരെ സഹായിച്ചു കൊണ്ടിരിക്കും? ബാബ പറയുന്നല്ലോ, നിങ്ങൾ സ്വയം സർവീസബിളാകൂ. അഥവാ സ്ത്രീയെ, പത്നിയെ ആത്മീയ സർവീസിനായി വിട്ടുകൊടുക്കൂ. നിങ്ങൾ ബാബയുടെ സഹായികളാണ്. സഹായം എല്ലാവർക്കും വേണ്ടതാണല്ലോ. ഒറ്റയ്ക്ക് ബാബയും എന്തു ചെയ്യും? എത്ര പേർക്ക് മന്ത്രം നൽകും? ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പിന്നെ മറ്റുള്ളവർക്ക് നൽകണം. തൈ നടണം.
കുട്ടികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എത്ര സാധിക്കുമോ സഹായികളാകൂ, മന്ത്രം നൽകിക്കൊണ്ടിരിക്കൂ. എല്ലാവർക്കും ഈ സന്ദേശം നൽകിയതായി നിങ്ങളുടെ ശാസ്ത്രങ്ങളിലുമുണ്ട്. അതായത് ബാബ വന്നു കഴിഞ്ഞു, സമ്പത്ത് നേടണമെങ്കിൽ ബാബയെ ഓർമ്മിക്കൂ, ദേഹധാരികളെ ഓർമ്മിക്കരുത്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുമെങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും, സമ്പത്ത് ലഭിക്കുകയും ചെയ്യും. ഗീതയാണെങ്കിൽ വളരെ പേർ കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുന്നു. അതിൽ പ്രസിദ്ധമായ വാക്കാണ് മന്മനാഭവ. ബാബയെ ഓർമ്മിക്കൂ എങ്കിൽ മുക്തി നേടും. സന്യാസിമാരും ഇത് ഇഷ്ടപ്പെടും. മധ്യാജി ഭവ എന്നാൽ ജീവൻ മുക്തി. കുട്ടികൾ ബാബയുടേതാകുമ്പോൾ ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങളുടെ ആത്മാവ് പതീതമാണ്, പതീതർക്ക് പോകാൻ സാധിക്കില്ല. ഇത് വിവേകത്തിൻ്റെ കാര്യങ്ങളാണ്. ഭാരതവാസികളായ നിങ്ങൾ സദോ പ്രധാനമായിരുന്നു, തമോ പ്രധാനം ആയിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും സദോ പ്രധാനം ആകേണ്ടതുണ്ട്. അപ്പോൾ ബാബ പറയുന്നു, പുരുഷാർത്ഥം ചെയ്യൂ എങ്കിൽ ഉയർന്ന പദവി ലഭിക്കും. ഭക്തിയാണെങ്കിൽ ജന്മജന്മാന്തരങ്ങളായി ചെയ്തു വന്നു. നിങ്ങൾക്കറിയാം, ആദ്യം അവ്യഭിചാരി ഭക്തി ആരംഭിച്ചു. ഇപ്പോൾ എത്ര വ്യഭിചാരി ഭക്തിയാണ്. ശരീരങ്ങളുടെയും പൂജ നടക്കുന്നു. അതാണ് ഭൂതപൂജ. ദേവതമാർ പിന്നെയും പവിത്രമാണ്. എന്നാൽ ഈ സമയത്താണെങ്കിൽ എല്ലാവരും തമോ പ്രധാനമാണ്. അപ്പോൾ പൂജയും തമോ പ്രധാനം ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബാബയെ ഓർമ്മിക്കേണ്ടതുണ്ട്. ഭക്തിയുടെ വാക്കൊന്നും പറയേണ്ടതില്ല. ഹായ് രാം, അതായത് അയ്യോ ഭഗവാനെ, ഇതും ഭക്തിയുടെ വാക്കാണ്. ഇങ്ങനെയൊന്നും വിളിക്കേണ്ടതില്ല. ഇതിൽ യാതൊന്നും ഉച്ചരിക്കേണ്ട കാര്യമില്ല. ഓം ശാന്തി എന്നതും വീണ്ടും വീണ്ടും പറയേണ്ടതില്ല. ശാന്തി എന്നാൽ ഞാൻ ആത്മാവ് ശാന്ത സ്വരൂപമാണ്. അതങ്ങനെ തന്നെയാണ്. ഇതിൽ പറയേണ്ട കാര്യമൊന്നുമില്ല. മറ്റേതെങ്കിലും മനുഷ്യരോട് ഓം ശാന്തി എന്ന് പറയുമ്പോൾ അവർ അർത്ഥം അല്പം പോലും മനസ്സിലാക്കില്ല. അവരാണെങ്കിൽ ഓം എന്നതിൻ്റെ വലിയ വലിയ മഹിമ പറയുന്നു. നിങ്ങളാണെങ്കിൽ അർത്ഥം മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഓം ശാന്തി എന്ന് പറയുന്നതും വെറുതെയാണ്. പിന്നെ ശിവബാബയുടെ ഓർമ്മയിലാണോ എന്ന് പരസ്പരം ചോദിക്കുവാനാകും. ഞാനും കുട്ടിയോട് ചോദിക്കുന്നു, ഇതാരെയാണ് അലങ്കരിക്കുന്നത്? അപ്പോൾ പറയുന്നു, ശിവബാബയുടെ രഥത്തിനെ. ഇത് ശിവബാബയുടെ രഥമാണല്ലോ. ഹുസൈൻ്റെ രഥമുണ്ടല്ലോ, അതേപോലെ. കുതിരയെ അലങ്കരിക്കുന്നു. കുതിര എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല. ധർമ്മം സ്ഥാപിക്കുവാനായി ആരാണോ വരുന്നത് അവരുടെ ആത്മാക്കൾ പവിത്രമായിരിക്കുന്നു. പഴയ പതീത ആത്മാവിന് ധർമ്മം സ്ഥാപിക്കാൻ സാധിക്കില്ല. നിങ്ങൾ ധർമ്മം സ്ഥാപിക്കുന്നില്ല, ശിവബാബ നിങ്ങളിലൂടെ ചെയ്യുന്നു, നിങ്ങളെ പവിത്രമാക്കുന്നു. അവരാകട്ടെ ഭക്തിമാർഗത്തിൽ വളരെയധികം അലങ്കാരവും മറ്റും ചെയ്യുന്നു. ഇവിടെ അലങ്കാരം ഇഷ്ടപ്പെടുന്നില്ല. ബാബ എത്ര നിരഹങ്കാരിയാണ്. സ്വയം പറയുന്നു, ഞാൻ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിലാണ് വരുന്നത്. ആദ്യം സത്യയുഗത്തിൽ ഉണ്ടായിരിക്കുന്നത് ശ്രീനാരായണനാണ്. ശ്രീലക്ഷ്മിയേക്കാൾ മുമ്പേ ശ്രീനാരായണൻ വരും. നാരായണൻ മുതിർന്ന ആൾ ആയിരിക്കുമല്ലോ. അതിനാൽ കൃഷ്ണന്റെ നാമം പാടപ്പെട്ടിരിക്കുന്നു. നാരായണനേക്കാളും കൃഷ്ണന്റെ മഹിമ കൂടുതൽ ചെയ്യുന്നു. കൃഷ്ണന്റെ തന്നെയാണ് ജന്മാഷ്ടമി ആഘോഷിക്കുന്നത്. നാരായണന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നില്ല. കൃഷ്ണൻ തന്നെയാണ് നാരായണൻ എന്ന് ആരും അറിയുന്നില്ല. കുട്ടിക്കാലത്തെ പേര് തന്നെയായിരിക്കുമല്ലോ തുടരുക. ഇന്നയാൾ ജന്മമെടുത്തു, ആ ആളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു. അതിനാൽ കൃഷ്ണന്റെ തന്നെയാണ് ആഘോഷിക്കുന്നത്. നാരായണനെ ആർക്കും അറിയില്ല. ആദ്യം ശിവജയന്തി, പിന്നെയാണ് കൃഷ്ണ ജയന്തി, പിന്നെ രാമൻ്റേത്. ശിവനോടൊപ്പം ഗീതയുടെയും ജന്മമുണ്ടാകുന്നു. ശിവബാബ വരുന്നത് തന്നെ വളരെ ജന്മങ്ങളുടെ അന്തിമത്തിലെ ജന്മത്തിലാണ്. വൃദ്ധ അനുഭവി രഥത്തിൽ തന്നെയാണ് വരുന്നത്.
എത്ര നന്നായി മനസ്സിലാക്കിച്ചിരിക്കുന്നു, എന്നിട്ടും ആരുടെയും ബുദ്ധിയിൽ വരുന്നില്ല. ബാബ പറയുന്നു, ഈ ജ്ഞാനം പ്രായേണ ലോപിക്കുന്നു. എപ്പോഴാണോ ഞാൻ വന്ന് കേൾപ്പിക്കുന്നത് അപ്പോൾ തന്നെയാണ് നിങ്ങൾക്കും കേൾപ്പിക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, നമ്മൾ ഭാവിയിൽ ആക്യുറേറ്റായി ഈ ദേവീ ദേവതയാകും. ബാബ 2-3 പ്രകാരത്തിലുള്ള സാക്ഷാത്കാരം കണ്ടിരുന്നു. ഇന്നതാകും, കിരീടധാരിയാകും, തലപ്പാവ് ധരിച്ചയാളാകും എന്നെല്ലാം. 2-4 രാജപദവിയുടെ ജന്മങ്ങളുടെ സാക്ഷാത്കാരം കണ്ടിരുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഈ കാര്യങ്ങൾ ലോകത്തിൽ മറ്റാർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. നല്ല കർമ്മം ചെയ്യുകയാണെങ്കിൽ നല്ല ജന്മം ലഭിക്കും എന്നത് മാത്രം മനസ്സിലാക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പുരുഷാർത്ഥം തന്നെ ഭാവിയിലേക്ക് വേണ്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നരനിൽ നിന്നും നാരായണൻ ആകുന്നതിനായി. നിങ്ങൾക്കറിയാം, നമ്മൾ ഈ പദവി നേടും. ആരാണോ കർമാതീത അവസ്ഥ നേടാനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്കാണ് ഈ സന്തോഷം കൂടുതൽ ഉണ്ടായിരിക്കുന്നത്. പറയുന്നു ബാബ, നമ്മൾ മമ്മയെ ബാബയെ ഫോളോ ചെയ്യും. അപ്പോഴാണ് സിംഹാസനത്തിൽ ഇരിക്കാൻ സാധിക്കുന്നത്. നമ്മൾ എത്ര സർവീസ് ചെയ്യുന്നു, എത്ര സന്തോഷത്തിലിരിക്കുന്നു എന്ന വിവേകവും ആവശ്യമാണ്. സ്വയം സന്തോഷത്തിലിരിക്കുമെങ്കിൽ മറ്റുള്ളവരെയും സന്തോഷത്തിൽ കൊണ്ടുവരും. ഉള്ളിൽ മോശമായ എന്തെങ്കിലും ഉണ്ടായിരിക്കുമെങ്കിൽ മനസ്സ് വേദനിച്ചു കൊണ്ടിരിക്കും. ചിലരൊക്കെ വന്നു പറയുന്നു, ബാബ, എന്നിൽ ക്രോധമുണ്ട്, ഈ ഭൂതം എന്നിലുണ്ട്. ആകുലതയുടെ കാര്യമാണ് ആയല്ലോ. ഭൂതത്തെ വസിക്കാൻ അനുവദിക്കരുത്. എന്തിന് ദേഷ്യപ്പെടണം? സ്നേഹത്തോടെ മനസ്സിലാക്കിച്ചു കൊടുക്കണം. ബാബ ആരോടും ദേഷ്യപ്പെടുകയില്ല. ശിവബാബയുടെ മഹിമയുണ്ടല്ലോ, വളരെയധികം നിരർത്ഥകമായ. ഇത് അധികമായി മഹിമ ചെയ്തിരിക്കുന്നതാണ്. പതീത പാവനെ സർജൻ എന്നൊന്നും പറയില്ല. ഇത് കേവലം മഹിമയാണ്. ബാബയാണെങ്കിൽ കേവലം പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. ഇത്രമാത്രം. എൻ്റെ പാട്ട് തന്നെ നിങ്ങളെ ഇത് മനസ്സിലാക്കിക്കുകയാണ്. എന്നെ മാത്രം ഓർമ്മിക്കൂ. എത്ര ഓർമ്മിക്കുമോ അത്രയും ഉയർന്ന പദവി നേടും. ഇത് രാജയോഗത്തിൻ്റെ ജ്ഞാനമാണ്. ഗീത ആര് പഠിച്ചുവോ അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് സഹജമായിരിക്കും. നിങ്ങൾ പൂജ്യരായ രാജാക്കന്മാരുടെയും രാജാവാകുന്നു, പിന്നെ പൂജാരിയാകും. നിങ്ങൾക്ക് പ്രയത്നിക്കേണ്ടതുണ്ട്. നിങ്ങൾ വിശ്വത്തെ പവിത്രമാക്കുന്നു. എത്ര ഉയർന്ന പദവിയാണ്. നിങ്ങളേവരും വിരൽ നൽകുന്നു കലിയുഗി പർവ്വതത്തെ മറിക്കുന്നതിനായി. ബാക്കി പർവ്വതത്തിൻ്റെയും മറ്റും കാര്യമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, പുതിയ ലോകം വരേണ്ടതുണ്ട്. അതിനാൽ രാജയോഗം തീർച്ചയായും പഠിക്കണം. ബാബ തന്നെ വന്ന് പഠിപ്പിക്കുന്നു, സദോ പ്രധാനമാകണം. ആര് കഴിഞ്ഞ കൽപ്പത്തിൽ ആയിട്ടുണ്ടാകുമോ അവർ മനസ്സിലാക്കിച്ചു കൊടുക്കുമ്പോൾ സമ്മതിക്കും. കാര്യം ശരിയാണ് പറയുന്നത്. തീർച്ചയായും ബാബ പറഞ്ഞിരുന്നു, മന്മനാഭവ. വാക്ക് സംസ്കൃതമാണ്. ബാബയാണെങ്കിൽ ഹിന്ദിയിൽ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ എത്ര ഉയർന്ന ധർമ്മവും ഉയർന്ന കർമ്മവും ഉള്ളവരായിരുന്നു. അതിനാലാണ് 16 കല എന്ന മഹിമയുള്ളത്. ഇപ്പോൾ വീണ്ടും ഇങ്ങനെയാകേണ്ടതുണ്ട്. സ്വയം നോക്കണം, എത്രത്തോളം നമ്മൾ സദോ പ്രധാനമായി പാവനമായി, എത്രത്തോളം നരകവാസികളെ സ്വർഗവാസി ആക്കുന്നതിൻ്റെ സേവനം ചെയ്യുന്നു. ശരി, മധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാപിതാ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബാബയ്ക്ക് സമാനം നിരഹങ്കാരി ആകണം. ഈ ശരീരത്തെ സംരക്ഷിച്ചുകൊണ്ടും ശിവബാബയെ ഓർമ്മിക്കണം. ആത്മീയ സർവീസിൽ ബാബയുടെ സഹായിയാകണം. ഉള്ളിൽ ഒരു ഭൂതത്തെയും വസിക്കാൻ അനുവദിക്കരുത്. ഒരിക്കലും ആരോടും ദേഷ്യപ്പെടരുത്. എല്ലാവരോടും വളരെ സ്നേഹത്തോടെ നടക്കണം. മാതാപിതാക്കളെ ഫോളോ ചെയ്ത്
സിംഹാസനസ്ഥരാകണം. വരദാനം. സ്വാർത്ഥം എന്ന വാക്കിൻ്റെ അർത്ഥത്തെ അറിഞ്ഞ് സദാ ഏകരസ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്ന സഹജ പുരുഷാർത്ഥിയായി ഭവിക്കട്ടെ. ഇക്കാലത്ത് പരസ്പരമുള്ള അടുപ്പം സ്നേഹത്താലല്ല, എന്നാൽ സ്വാർത്ഥതയാലാണ്. സ്വാർത്ഥത കാരണമാണ് അടുപ്പമുള്ളത്. അടുപ്പം കാരണം വേറിട്ടവർ ആകുവാൻ സാധിക്കില്ല. അതിനാൽ സ്വാർത്ഥം എന്ന വാക്കിൻ്റെ അർത്ഥത്തിൽ സ്ഥിതി ചെയ്യൂ. അതായത് ആദ്യം സ്വയം തൻ്റെ രഥത്തെ സ്വാഹ ചെയ്യൂ. ഈ സ്വാർത്ഥത പോയെങ്കിൽ വേറിട്ടവരായി മാറുക തന്നെ ചെയ്യും. ഈ ഒരു വാക്കിൻ്റെ അർത്ഥം അറിയുന്നതിലൂടെ സദാ ഒന്നിൻ്റേതും ഏകരസവുമായി മാറും. ഇതുതന്നെയാണ് സഹജ പുരുഷാർത്ഥം. സ്ലോഗൻ. ഫരിസ്ത രൂപത്തിൽ ഇരിക്കുന്നതിലൂടെ ഒരു വിഘ്നത്തിനും അതിൻ്റെ പ്രഭാവം ഇടാൻ സാധിക്കില്ല. അവ്യക്ത സൂചന. അപവിത്രതയുടെ ബീജത്തെ പോലും സമാപ്തമാക്കി സമ്പൂർണ്ണ സ്വച്ഛം അഥവാ പവിത്രം ആകൂ. സമ്പൂർണ്ണ പവിത്രത ബ്രാഹ്മണരായ നിങ്ങളുടെ അലങ്കാരമാണ്. സദാ അലങ്കരിക്കപ്പെട്ട മൂർത്തിയായി, അതായത് സദാ പവിത്ര സ്വരൂപത്തിൽ സ്ഥിതി ചെയ്ത് പരിധിയില്ലാത്ത സ്റ്റേജിൽ ഹീറോ പാർട്ട് അഭിനയിക്കൂ. സദാ ബ്രഹ്മചാരി, അതായത് സങ്കല്പത്തിൽ പോലും ഏതെങ്കിലും പ്രകാരത്തിലുള്ള അപവിത്രത വൃത്തിയെ ചഞ്ചലം ആക്കരുത്. വൃത്തിയുടെ ചഞ്ചലത പോലും രജിസ്റ്ററിനെ കറ പിടിച്ചതാക്കി മാറ്റും. അതിനാൽ വൃത്തി കൊണ്ടും സദാ ബ്രഹ്മചാരി ആകൂ. ഓം ശാന്തി. ബാബ 5000 വർഷത്തിൻ്റെ ഡ്രാമയുടെ വിസ്താരത്തെ സാരരൂപത്തിൽ നൽകി എന്നെ സ്വദർശന ചക്രധാരിയാക്കി. ഈ സർവശ്രേഷ്ഠ സ്വമാനത്തിൽ ഞാൻ സ്ഥിതി ചെയ്യും. മുഴുവൻ ചക്രത്തിലെ വിഭിന്ന പാർട്ടുകളുടെ അറിവ് ബാബ നൽകിയത് ഞാൻ ദിവ്യബുദ്ധിയിലൂടെ ദർശിക്കുകയും അനുഭവിക്കുകയും ചെയ്യുകയാണ്. സൃഷ്ടിയുടെ ആദിയിലെ സ്വർണിമ ദൃശ്യങ്ങൾ ആ സമയം, ആ രാജ്യം എൻ്റെ ദേവസ്വരൂപം, സർവസമ്പന്ന ജീവിതം ഞാൻ കാണും. ആ ദേവസ്വരൂപ സ്ഥിതിയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. പിന്നെ പകുതി കൽപ്പം എൻ്റെ പൂജനീയ ദേവസ്വരൂപത്തിൻ്റെ സ്മൃതിയിൽ, അതിൻ്റെ സ്വരൂപത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. സൃഷ്ടിയുടെ അന്തിമ കാലമായ പുരുഷോത്തമ സംഗമയുഗത്തിൽ ബാബ എന്നെ പ്രഭു പരിവാരത്തിലേതാക്കി. എന്നെ മാസ്റ്റർ നോളജ്ഫുള്ളാക്കി. സ്വരാജ്യത്തിൻ്റെ തിലകമണിയിച്ചു. വിശ്വമംഗളത്തിൻ്റെ
കിരീടധാരിയാക്കി. യോഗി ഭവ പവിത്ര ഭവ എന്ന പ്രഭു വരദാനത്തിലൂടെ എന്നെ സർവ ഈശ്വരീയ പ്രാപ്തികൾക്കും യോഗ്യമാക്കി. എൻ്റെ സങ്കല്പത്തിലും ദൃഷ്ടിയിലും വാക്കിലും ദിവ്യത ധാരണ ചെയ്ത് എനിക്ക് വർത്തമാന ബ്രാഹ്മണ ജീവിതത്തിൽ നിന്നും എൻ്റെ സമ്പൂർണ്ണ സ്ഥിതിയായ ഫരിഷ്ത അവസ്ഥയിൽ എത്തിച്ചേരേണ്ടതുണ്ട്. എൻ്റെ സമ്പൂർണ്ണ പരിസ്ഥാസ്ഥിതി പ്രാപ്തമാക്കിയ ശേഷം എൻ്റെ നിജധാമമായ നിരാകാരി ലോകത്തിൽ നിരാകാര അവസ്ഥയിൽ ഈ കൽപ്പാന്ത്യത്തിൽ എനിക്ക് മടങ്ങിപ്പോകേണ്ടതുണ്ട്. കാലത്തിൻ്റെ ഗതി അനുസരിച്ച് വീണ്ടും സ്വർണിമ ലോകത്തിൻ്റെ പുനഃസൃഷ്ടി ഉണ്ടാകുന്ന ദിവ്യവേളയിൽ ദേവതാ സ്വരൂപത്തിൽ ഞാൻ വീണ്ടും ഈ സൃഷ്ടിയിലേക്ക് ദേവശരീരത്തിൽ അവതരിക്കുന്നു. ഈ സ്വദർശനത്തിൻ്റെ അനുഭവം എന്നെ അനേകം പരിധിയുള്ള ചക്രത്തിൽ നിന്നും സ്വതന്ത്രമാക്കുന്നു. എന്നെ വിഘ്നമുക്തമാക്കുന്നു. ആത്മോന്നതിക്ക് ഹിതകരമല്ലാത്ത സംസ്കാരങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിക്കുന്നു. ഞാൻ പ്രസന്ന ചിത്തവും സർവപ്രാപ്തികളുടെയും അധികാരിയുമായി മാറുന്നു. ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ എൻ്റെ അലൗകിക പിതാവിൻ്റെയും പാരലൗകിക പിതാവിൻ്റെയും ശ്രേഷ്ഠ പാലന എന്നെ എൻ്റെ സമ്പൂർണ്ണ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. प्रभु की प्राप्ति का मूल मंत्र है संपूर्ण समर्पण। है आत्मा चल प्रभु को सौंप